നമസ്കാരം. ധ്യാനത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ വരവിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും അദ്ദേഹത്തെ സ്വീകരിക്കാനോ സന്ദർശിക്കാനോ ആരും കന്യാകുമാരിയിൽ എത്തരുതെന്നും തമിഴ്നാട്ടിലെ BJP നേതാക്കൾക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇതോടെ കന്യാകുമാരിയിൽ എത്താൻ തീരുമാനിക്കുകയും മുറിയെടുക്കുകയും ചെയ്തിരുന്ന സംസ്ഥാന BJP അധ്യക്ഷൻ കെ അണ്ണാമലയും കേന്ദ്രമന്ത്രി എൽ മുരുകനും അടക്കമുള്ള നേതാക്കൾ യാത്ര റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തിരുനെൽവേലിയിലും ദിണ്ടിഗലിലും കോൺഗ്രസ് പ്രതിഷേധിച്ചു. DCC പ്രസിഡന്റ് കെ ശങ്കരപാണ്ഡ്യന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ സംഘം കരിങ്കൊടിയുമായി റോഡിലിറങ്ങി. പ്രവർത്തകരിൽ ഒരാൾ മഹാത്മാഗാന്ധിയെപ്പോലെ വേഷം ധരിച്ചാണ് എത്തിയത്. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിലെത്തുന്നത് 33 വർഷത്തിനു ശേഷമാണ്. BJP സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രചാരണ യാത്രയായ ഏക്താ യാത്രയുടെ ഭാഗമായി 1991 ഡിസംബറിലാണ് മോദി ഇതിനു മുമ്പ് വിവേകാനന്ദ സ്മാരകത്തിൽ എത്തിയത്. അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കായിരുന്നു യാത്ര. നരേന്ദ്രമോദിയും ആനന്ദിബെൻ പട്ടേലുമായിരുന്നു യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത്. യാത്രാരംഭ പരിപാടികളുടെ ഭാഗമായി വിവേകാനന്ദ സ്മാരകത്തിലെത്തിയ നേതാക്കൾ അവിടെ അല്പനേരം ധ്യാനിച്ചിരുന്നു. 1992 ജനുവരി 26 കാശ്മീരിലെ ശ്രീനഗറിൽ ഇന്ത്യൻ പതാക ഉയർത്തിയായിരുന്നു യാത്രയുടെ സമാപനം. യാത്രയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള ചടങ്ങിൽ പലപ്പോഴും പ്രധാനമന്ത്രിയും പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവേ BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആരാവും എന്നത് സംബന്ധിച്ച ചർച്ചകൾക്കും ചൂടുപിടിച്ചു. നിലവിലെ അധ്യക്ഷൻ JP നഡ്ഡയുടെ കാലാവധി ജൂണിൽ അവസാനിക്കും. ജനുവരിയിൽ അവസാനിക്കേണ്ടിയിരുന്ന കാലാവധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടുകയായിരുന്നു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പേരുകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ പേരുകളും കേൾക്കുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നഡ്ഡ തന്നെ 2 വർഷം കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നും ശ്രുതിയുണ്ട്. 5 തവണ ലോക്സഭാംഗവും 18 വർഷത്തോളം മുഖ്യമന്ത്രിയുമായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ അനുഭവ സമ്പത്തുള്ളവർ BJPയിൽ കുറവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 വർഷമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത്. അടൽ ബിഹാരി വാജ്പേയി, സുഷമ സ്വരാജ് എന്നിവർ മത്സരിച്ച് ജയിച്ചു വന്ന വിദിശയിൽ നിന്ന് ചൗഹാൻ ഇത്തവണ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ വൻ ജയം നേടിയ ശേഷം ചൗഹാനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനം നൽകാനാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും സംഘാടന പാടവവും ശിവരാജ് ചൗഹാന് മുതൽക്കൂട്ടാണ്. BJPയുടെ മാധ്യമ വിഭാഗം അടുത്ത കാലത്ത് ചൗഹാന്റെ പ്രചരണ പരിപാടികളും പങ്കുവെച്ചു തുടങ്ങിയതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, അമിത്ഷാ എന്നിവരുടെ പരിപാടികൾ മാത്രമാണ് ഇതുവരെ പങ്കുവച്ചിരുന്നത്. സംസ്ഥാന BJP പ്രസിഡന്റും പാർട്ടി പാർലമെന്ററി ബോർഡ് അംഗവുമായിരുന്ന ചൗഹാന് പുറമെ RSSന്റെ ഉറച്ച പിന്തുണയുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ പേരും ഉയരുന്നുണ്ട്. 3ാം മോദി മന്ത്രിസഭ അധികാരത്തിലേറുകയാണെങ്കിൽ ചൗഹാന് വലിയ സ്ഥാനം ലഭിക്കുമെന്നും പ്രധാൻ പാർട്ടി ചുമതലയിലേക്ക് മാറുമെന്നുമുള്ള സംസാരവും ശക്തമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കിയ ഹിമന്ത ബിശ്വ ശർമ്മ മികച്ച സംഘാടകനാണെങ്കിലും RSS പശ്ചാത്തലമില്ലാത്തത് തിരിച്ചടിയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുന്നത് സംബന്ധിച്ചും 2 അഭിപ്രായമുണ്ട്. മഹാരാഷ്ട്രയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫട്നാവിസ് ഇല്ലാത്തത് BJPയുടെ സാധ്യതകൾക്ക് തിരിച്ചടിയായേക്കുമെന്ന് കരുതുന്നവരുണ്ട്. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഫട്നാവിസിന്റെ ഡൽഹിയിലേക്കുള്ള വരവ് മറ്റു പലരുടെയും രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയായേക്കും എന്ന പിന്നാമ്പുറ സംസാരവുമുണ്ട്.